ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മിനി ഗാർഡൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബേസിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് കുറച്ച് പൊട്ട് വന്നിട്ടുണ്ട്, അതാണ് ഇതിപ്പോൾ വേസ്റ്റായി പോയത്. അപ്പോൾ ഇത് നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് ഒരു മിനി ഗാർഡൻ, ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് മിനി ഗാർഡൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ പൊട്ട് വന്നേക്കണ ഭാഗം ഒന്ന് റീജോയിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കയറ് വെച്ച് നമുക്കിത് കെട്ടിക്കൊടുക്കാം. അത് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ആ പൊട്ട് ജോയിൻ ചെയ്തേക്കണം നമുക്ക് കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ നമ്മുടെ മിനി ഗാർഡനകത്ത് ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് എടുത്തേക്കണത്. ഇത് പണ്ട് ടൈം പീസ് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു ബോക്സാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ പിക്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുകയാണ്. നമ്മളിതേ ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽക്കൂരിയായിട്ട് ഇനി നമ്മൾ ബാംബു സ്റ്റിക്ക് ഇതുപോണം ഒടിച്ചിട്ട് ഒരു ഹാഫാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. വീടിൻ്റെ റൂഫ് പോർഷൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തായിട്ട് ബാക്കിയുള്ള മിനുക്ക് പണികളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മണ്ണും നമ്മളുടെ ഐറ്റംസുകളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ സ്പൈഡർ പ്ലാന്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടിയത് നമ്മൾ ബാക്കിൽ വെക്കുന്നതായിട്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് റൂട്ട്സ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഇതിനകത്തായിട്ട് ഇനി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതെ, നമ്മൾ ഇതുപോലെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് എടുക്കുന്നുണ്ട്. വീട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീടിന് ഡോറ് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ ഡയറീൻ്റെ കവറാണ് എടുത്തത്, ബ്ലാക്ക് കവർ കിട്ടി. അപ്പോൾ അത് നമുക്കൊരു ഡോറിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു വിൻഡോവും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സെയിം സാധനം വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ വീട് ഏകദേശം ഇപ്പോൾ മൊത്തം ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മണ്ണ് മാറ്റി വെച്ചിട്ട് വെച്ച് കൊടുക്കാവേ. ഇതിപ്പോൾ വീടിൻ്റെ ചെറുതായിട്ട് നമ്മൾ നടുവാന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സിലല്ലേ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ പറന്നു പോയാലും എന്ന് വിചാരിച്ച് നമ്മളൊന്ന് പതുക്കെ നമ്മൾ സാധാരണ വീടാകുമ്പോഴും നമ്മൾ അടിത്തറയൊക്കെ ഇട്ട് സെറ്റ് ആക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഈ വീടിൻ്റെ റൂഫ് ചെറുതായിട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് മേളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അടപ്പ് പോലെയുള്ളത് വന്നേക്കണേ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ശരി, ഇപ്പോൾ നമ്മൾ ഒരു പേപ്പർ, അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പറാണ്, അതിൻ്റെ അവിടെ ഇവിടെയും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ബാക്കിൽ ഇതുപോലെ ബാക്കിൽ ഇതുപോലെ സപ്പോർട്ട് കൊടുക്കാം. കാരണം അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് മുകളിലേക്ക് വരും. അപ്പോൾ നമ്മൾ സ്പൈഡർ പ്ലാന്റിനെ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ബാക്കിലും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ അടുത്ത ഒരു ഇലച്ചെടി നടുവാണ്. ഇതിൻ്റെ സൈഡിൽ വരാൻ പാകത്തിന് നമുക്ക് ഒരു കാറ്റക്സ് ഉണ്ട്, കാറ്റക്സ് നട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ഹാങ്ങിങ് പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഹാങ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ സൈഡിൽ നിന്ന് നമ്മൾ വേറെ ഒരു ഹാങ്ങിങ് പ്ലാന്റും കൂടെ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് നമ്മുടെ വീടിന് ഇനി നമ്മളൊരു ഫെൻസസ് വെച്ച് കൊടുക്കുകയാണേ. ഇനി അടുത്ത സൈഡിൽ നിന്നും ചെറിയൊരു വെയിൽ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കി നിൽക്കുന്ന സ്പേസിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ചെടികൾ, നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ചെറിയ ചെടികൾ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു വീടാകുമ്പോൾ ഊഞ്ഞാലൊക്കെ വേണ്ടേ, അപ്പോൾ ചെറിയൊരു ഊഞ്ഞാൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇതുപോലെ ഒരു മരക്കൊമ്പ് പോലെ ഒരു കൊമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു സ്വിങ് ഹാങ് ചെയ്യാം. അപ്പോൾ ഊഞ്ഞാലിന് നമ്മൾ സീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചോക്കോബാറിൻ്റെ ഒക്കെ വുഡൻ സ്റ്റിക്കാണ് നമ്മൾ എടുത്തത്. നമുക്കിതുപോലെ ഒരു ത്രെഡിലേക്ക് കെട്ടിയെടുക്കാം. നമ്മളിതിൻ്റെ രണ്ടറ്റവും ഇതുപോണം ടൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വന്നേക്കണ ത്രെഡ് അത് ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് കളയുകയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു ഊഞ്ഞാൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പോർഷനിലും കൂടെ ഫെൻസസ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്.
അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ പൂർത്തിയായിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഈ ഊഞ്ഞാലിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞാനൊരു വർക്ക് ചെയ്തപ്പോൾ ബാലൻസ് വന്നതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കുമ്പോഴായിരിക്കും അത് ഭംഗിയാവുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഇലച്ചെടികളൊക്കെ കുറച്ചുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഫെൻസസിൻ്റെ ഈ ഗേറ്റിൻ്റെ ഇവിടെ വരെ നമുക്കൊരു ഫുട്പാത്ത് പോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ മണ്ണ് എടുത്തേക്കുന്നതുകൊണ്ട് ഈ മിറ്റിൽ ചെറിയ മിറ്റിൽ നമ്മളിതുപോലെ ഫുട്പാത്ത് വെച്ച് സെറ്റ് ചെയ്യാണ് ഫുട്പാത്തായിട്ട്. അപ്പോൾ ഇതേനാ നമ്മളുടെ മിനി ഗാർഡൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മിനി ഗാർഡൻ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ചെയ്ത് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഡെയിലി വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒന്നരാടം ചെയ്താലും മതി. പിന്നെ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാനും നിൽക്കണം. അപ്പോൾ ചിലവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് ഇതിനകത്തപ്പോൾ വെള്ളം പോകാനായിട്ട് താഴെ നിന്ന് പോകാനായിട്ട് ഹോൾസ് കൊടുക്കണ്ടേന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി വെള്ളം ഇതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ആവശ്യത്തിന് മാത്രം ജസ്റ്റ് എല്ലാത്തിനൊന്ന് നനവിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ അത് ഊർന്ന് പോകേണ്ട ആവശ്യം വരാറില്ല. നമ്മൾ മിനിമം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മിനി ഗാർഡൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ കുറച്ചുകൂടെ ഇത് പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇതിന് കുറച്ചുകൂടെ ഭംഗി തോന്നാം. അപ്പം നമ്മുടെ മിനി ഗാർഡൻ എല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പം ഇത് ഇപ്പോൾ കേരളത്തിലെ ലാസ്റ്റ് വീഡിയോ ആണ്. കാരണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മുംബൈക്ക് പോകുന്നുള്ള കാര്യം. അപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് ഇതുവോണം ഗാർഡൻ വർക്ക്സ് ഒന്നും ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ ഫ്രം കേരള ആൻഡ് സീ യു ഇൻ മുംബൈ.